ഒരു ബോക്സ് ആണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഈ സൈഡ് വശത്ത് നമ്മുടെ ഹീറ്റ് സിങ്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. വെറുതെ ഒരു ബോക്സ്. ഇതിപ്പോൾ നമ്മൾ മൾട്ടിവുഡിനാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് ബോർഡിനാണെങ്കിലും ഉണ്ടാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. കണ്ടോ, ഇതിന്റെ പ്രത്യേക സൈസ് ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂട്ടറിന്റെ അകത്ത് കയറുന്ന സൈസ് ഏതാണോ ആ രീതിയിൽ, സ്കൂട്ടറിന്റെ ക്യാബിന്റെ അകത്ത് കയറുന്ന സൈസ് എന്താണോ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതിന്റെ ഒരു പെൽറ്റിയർ മൊഡ്യൂളാണ് ഇതാ യൂസ് ചെയ്തിരിക്കുന്നത് തണുക്കാൻ വേണ്ടിയിട്ട്. അതായത് അതിനോട് ചേർന്നൊരു ഹീറ്റ് സിങ്ക് ഇതുപോലെ നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും, ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ നേരത്തെ വെച്ച ബോക്സിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഒരു ഫോം ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തും ഒരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒരു ബോർഡിലിരുന്ന ഒരു ഹീറ്റ് സിങ്ക് അഴിച്ചെടുത്തിട്ട് വെച്ചതാണ് കേട്ടോ. ഇവിടെ ഈ ലെറ്റർ വരുന്ന ഭാഗമാണ് ഇതിന്റെ തണുക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ഹീറ്റ് ആവുകയും ചെയ്യും. അപ്പൊ ഈ തണുപ്പ് വരുന്ന പോർഷൻ നമ്മൾ ഈ ബോക്സിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ കമ്പ്യൂട്ടറിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഇതുപോലത്തെ ഫാൻ ഇല്ലേ, കണ്ടോ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹീറ്റ് സിങ്കിന്റെ ചൂട് പോകുന്ന പോർഷനാണിത്. കണ്ടോ, ഈ പെൽറ്റിയർ മൊഡ്യൂളിന്റെ ചൂട് വെളിയിലേക്ക് വരുന്ന ഒരു പോർഷനാണിത്. ഇവിടേക്ക് നമ്മൾ ഈ ഒരു ഫാനും കൂടെ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചൂട് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കൂടുതൽ ഇത് അകം കൂളാകത്തുള്ളൂ. അതിന് ഇങ്ങനെ ഒരു ഫാനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ പ്രോസസ്സാണ്. പിന്നെ ഈ മൊഡ്യൂളിന്റെയും ഈ ഫാനിന്റെയും 2 ലൈൻ മാത്രമേ നമുക്ക് പുറത്തേക്ക് വരുന്നുള്ളൂ. ഇതിൽ ഈ ഫാനിന്റെ ഇത് റെഡും കൂടെ ഒരുമിച്ച് വിരിക്കുന്നു, ബ്ലാക്കും കൂടെ ഒരുമിച്ച് വിരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ 2 കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം വർക്കിംഗുമാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ബോക്സിനകത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഹീറ്റ് സിങ്കും നമ്മുടെ ഫാനും എല്ലാം ഫിറ്റ് ചെയ്തു. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഈ PU ഫോം ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. PU ഫോം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ PU ഫോം ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിനൊരു അടപ്പും കൂടെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ അടപ്പയിലും PU ഫോം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് തണുപ്പ് കുറച്ചും കൂടെ കൂടും. അപ്പൊ ഇങ്ങനെ ഈ അടപ്പ് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് സീറ്റ് ആയിട്ട് ഇരുന്നോളൂ. വെക്കാൻ പറ്റുന്ന സൈസുള്ള ഒരു കുപ്പി, അതായത് ഏതെങ്കിലും ഒരു ബോർഡിന് മതി. ഇതിനകത്തേക്ക് കറക്റ്റ് വെക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു ബോർഡിനും കൂടെ റെഡിയാക്കുക. നമ്മുടെ വർക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫാനൊക്കെ വർക്കിംഗ് ആണ്. കണ്ടല്ലോ, നമ്മളിതിപ്പോ നമ്മുടെ താക്കോൽ ഓൺ ആക്കി ഇട്ടിരിക്കുന്നത്. സ്കൂട്ടറിന്റെ മറ്റേ ഡിക്കിക്കകത്ത് വരുന്ന ലൈറ്റ് ചുമ്മാ ജസ്റ്റ് എടുത്ത് കണക്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കണക്ഷൻ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഡിക്കിക്കകത്തൊന്ന് എടുത്ത് വെറുതെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബോട്ടിൽ വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കാൻ പോകുന്നത്. കണ്ടോ, അപ്പൊ ഇതിങ്ങനെ വെച്ച് നമ്മൾ ഇതിനകത്ത് അടച്ചിട്ടുണ്ട്. നമുക്കൊരു റൈഡ് പോകാം, എന്നിട്ട് ഇത് തണുക്കോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മൾ കുറച്ച് ദൂരെ യാത്ര ചെയ്ത് ഒരു 5-8 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നോക്കാം, ഒന്ന് ഓപ്പൺ ചെയ്ത് കുറച്ചൊരു തണുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ തണുപ്പില്ല. നമ്മൾ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് തണുപ്പ് നമ്മുടെ കുപ്പിക്ക് കിട്ടിയിട്ടില്ല. മഞ്ഞിന്റെ ചെറിയൊരു സാധനം ഇത്തലേക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കുറെ ദൂരം കൂടെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് നന്നായിട്ട് തണുത്ത് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ എല്ലാം ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടത്.